നൂറിന് ഇൻഫോടെക് പാലക്കാട് അവതരിപ്പിക്കുന്ന ടാലി പ്രൈം മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചിട്ടാണ്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, ഫിനാൻഷ്യൽ പൊസിഷൻ, ആ ബിസിനസ്സിനകത്തുള്ള ക്യാഷ് ഫ്ലോ, ഇതിൻ്റെയൊക്കെ ഓവർവ്യൂ ആണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തരുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്തിട്ട് പർട്ടിക്കുലർ പീരീഡിനകത്ത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് നമുക്ക് അനലൈസ് ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. നമുക്ക് മെയിനായിട്ട് വരുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നത് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാലൻസ് ഷീറ്റാണ്. ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിനകത്തുള്ള കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ സ്നാപ്ഷോട്ടാണ് ഈ ബാലൻസ് ഷീറ്റ് നമുക്ക് നൽകുന്നത്. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിനകത്ത് ലയബിലിറ്റീസും അസറ്റ്സും പറഞ്ഞ രണ്ട് സെക്ഷനാണ് നമുക്ക് കാണാൻ കഴിയുക. ബാലൻസ് ഷീറ്റിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് ബി ആണ്. ജസ്റ്റ് നമ്മൾ ബി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിലോട്ട് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലിനകത്ത് റിപ്പോർട്ട്സിൻ്റെ അണ്ടറിൽ ഫസ്റ്റ് കിടക്കുന്ന ഓപ്ഷൻ നമുക്ക് കാണാം. അതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ്. അത് സെലക്ട് ചെയ്താലും ഇതിൽ ഒരു പേജിലോട്ടാണ് പോവുക. ഇതിനകത്ത് നമുക്ക് രണ്ട് സെക്ഷനാണ് കാണുന്നത്. ഒന്ന് ലയബിലിറ്റി സെക്ഷനും പിന്നെ ഒന്ന് അസറ്റ് സെക്ഷനുമാണ്. ഇപ്പോൾ ലയബിലിറ്റീസും അതിൻ്റെ ഇക്വിറ്റിയും കൂടി ആഡ് ചെയ്തിട്ടാണ് അസറ്റ് വരുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ വ്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിനകത്ത് ചേഞ്ച് വ്യൂ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ Ctrl+H പ്രസ് ചെയ്താലും മതി. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൻ്റെ വ്യൂ മാറുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ പറഞ്ഞ ഓപ്ഷനാണുള്ളത്, സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം ബാലൻസ് ഷീറ്റിൻ്റെ വ്യൂ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇതിനകത്ത് ഫസ്റ്റ് പറയുന്നത് സോഴ്സ് ഓഫ് ഫണ്ട്സ് ആണ്. അതായത് ഏതിലൂടെയൊക്കെയാണ് നമ്മുടെ ഫണ്ട് കമ്പനിയിലോട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. ആ ഫണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ ട്രാൻസാക്ഷൻ നടത്തി. ഇത്രയും കാര്യങ്ങളാണ് വെർട്ടിക്കൽ വ്യൂവിൽ ബാലൻസ് ഷീറ്റിനകത്ത് വരുന്നത്. വീണ്ടും നമുക്ക് പഴയ രീതിയിൽ തന്നെ ആക്കണമെങ്കിൽ ചേഞ്ച് വ്യൂ കൊടുത്താൽ മതി. ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ വ്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. ചില സമയങ്ങളിൽ നമുക്ക് പ്രീവിയസ് ബാലൻസ് ഷീറ്റും ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതെങ്ങനെയാണ് നോക്കാം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിനകത്തുള്ള ന്യൂ കോളം പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ Alt+C പ്രസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫ്രം ടു ഡേറ്റ് ചോദിക്കും. അപ്പോൾ ഏത് ഡേറ്റ് മുതലുള്ള അല്ലെങ്കിൽ ഏത് മന്തിലുള്ള ബാലൻസ് ഷീറ്റ് മുതൽ ഏത് മന്ത് വരെയുള്ള ബാലൻസ് ഷീറ്റാണ് നമുക്ക് ആണ്ടി ചോദിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 April 2024 കൊടുക്കുന്നുണ്ട്. എൻ്റർ അടിക്കാം. ടൈപ്പ് ഓഫ് വാല്യൂ ടു ഷോ, അതിൻ്റെ അടുത്ത് ആക്ച്വൽ ആണെങ്കിൽ ആക്ച്വൽ, അല്ലെങ്കിൽ പോസ്റ്റ് ഡേറ്റിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് കാണണമെങ്കിൽ അത്, അല്ലെങ്കിൽ പോസ്റ്റ് ഡേറ്റഡ് ഓൺലി ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആക്ച്വൽസ് തന്നെ സെലക്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് എൻ്റർ അടിക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ബാലൻസ് ഷീറ്റിനകത്ത് 31 March 2024 ബാലൻസ് ഷീറ്റും കാണാം. അതുപോലെ 1 April 2024 ബാലൻസ് ഷീറ്റും കാണാം. ഇതുപോലെ നമ്മൾ ലിമിറ്റ് ടൈം പീരീഡ് കൊടുക്കുന്നതനുസരിച്ച് ആ മാസങ്ങളിലത്തേക്ക് ബാലൻസ് ഷീറ്റ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നതായിരിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ മാസത്തെയും ബാലൻസ് ഷീറ്റ് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനകത്തുള്ള ഓരോ ഗ്രൂപ്പ്സിൻ്റെയും പൊസിഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ്. അതായത് ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്നത്. അതിൻ്റെ അണ്ടറിലാണ് ലോൺസ്, അതുപോലെ കറണ്ട് ലയബിലിറ്റീസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ട ഗ്രൂപ്പിന് പൊസിഷൻ മാറ്റേണ്ട ഗ്രൂപ്പിന് സെലക്ട് ചെയ്യാം. ജസ്റ്റ് Ctrl+Enter അടിക്കാം. Ctrl+Enter അടിക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഓൾട്ടറേഷൻ പേജിനകത്ത് പോവാം. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് മോർ ഡീറ്റെയിൽസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ Ctrl+I പ്രസ് ചെയ്താലും മതി. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് പൊസിഷൻ ഇൻഡെക്സ് എന്ന് കാണാം. അപ്പോൾ ഇതിനകത്ത് അണ്ടറുള്ള സെക്ഷൻ നമുക്ക് കാണുന്നില്ല ഓപ്ഷന്. അപ്പോൾ അതിനോട് ഷോ മോറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പൊസിഷൻ ഇൻഡെക്സ് ഇൻ റിപ്പോർട്ട്സ് എന്ന് കാണും. അപ്പോൾ ഇവിടെ നമുക്ക് ആ പൊസിഷൻ മാറ്റി കൊടുക്കാം. അപ്പോൾ 10ൻ്റെ പകരം 20 കൊടുത്തിട്ട് എൻ്റർ അടിക്കാം.
ഡീറ്റെയിൽസ് ഒന്ന് സേവ് ചെയ്തതിന് ശേഷം ബാലൻസ് ഷീറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പൊസിഷൻ 20 കൊടുത്താലും അത് ഫസ്റ്റ് തന്നെ കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ലോൺസ് ലയബിലിറ്റിൻ്റെ പൊസിഷൻ എന്താ നോക്കാം. അപ്പോൾ അതിന് കൺട്രോൾ എൻ്റർ അടിക്കാം. ഇതിൻ്റെ പൊസിഷൻ നോക്കാം. പൊസിഷൻ പറയുന്നത് 20 ആണ്. അപ്പോൾ രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണ്. അപ്പോൾ അത് വേണമെങ്കിൽ 10 കൊടുക്കാം. എൻ്റർ അടിച്ചിട്ട് ഒന്ന് സേവ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ 20 കൊടുത്തു, ലോൺസിന് വന്നത് 10 കൊടുത്തു. അപ്പോൾ ഇതാണ് മുകളിലോട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യാം. ഞാനിത് വീണ്ടും പഴയ പൊസിഷനിലോട്ട് തന്നെ ആക്കുന്നുണ്ട്. ഷോ പോകുന്നുണ്ട്. ഇത് 10 ആണ് അവിടെ കിടക്കുന്നത്, 09 ആക്കുന്നുണ്ട്. ജസ്റ്റ് സേവ് ചെയ്യാം. നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ ഫ്രണ്ടിൽ വന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ഗ്രൂപ്പിൻ്റെയും പൊസിഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാലൻസ് ഷീറ്റിനകത്ത് ഇങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്ക് കൊണ്ടുവരാമെന്നാണ്. ഒരു ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ സ്റ്റോക്ക് സമ്മറി ബാലൻസ് ആയിരിക്കും അവിടുത്തെ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിനകത്ത് പോവാം. ഇതിനകത്ത് F11 കമ്പനി ഫീച്ചർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി പറയുന്നത് ആദ്യം നോ ആക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്. അതിനുശേഷം ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് സ്റ്റോക്ക് പറഞ്ഞ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോക്ക് ഓൾറെഡി എക്സിസ്റ്റ് കാണിക്കുന്നുണ്ട്. സ്റ്റോക്ക് ലേറ്റസ്റ്റ് നോക്കാം. എൻ്റർ അടിക്കാം. അണ്ടർ പറയുന്നത് സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ ഓപ്പണിംഗ് ബാലൻസ് ഒരു 25,000 കൊടുക്കുന്നുണ്ട്. എൻ്റർ അടിക്കാം. സേവ് ചെയ്യാം. നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് 25,000 ആയിട്ട് സ്റ്റോക്ക് ഇൻ ഹാൻഡിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ വന്നിട്ടുണ്ടോ നോക്കാം. ബാലൻസ് ഷീറ്റ് എടുക്കാം. ഇവിടെ കറൻറ്റ് അസറ്റിൻ്റെ അണ്ടറിലായിരിക്കും ക്ലോസിംഗ് സ്റ്റോക്ക് വന്ന് കിടക്കുന്നുണ്ടാവാം. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം ക്ലോസിംഗ് സ്റ്റോക്ക് 25,000. നമ്മളിപ്പോൾ കൊടുത്ത എൻട്രി ആണത്. ക്ലോസിംഗ് സ്റ്റോക്ക് 25,000 നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും എന്ന് പറയാറുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കമ്പനിയിലകത്തുള്ള റവന്യൂ അതുപോലെ എക്സ്പെൻസിൻ്റെ ഒരു സമ്മറി നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്കറിയാം ഒരു കമ്പനി പ്രോഫിറ്റിലാണോ പോകുന്നത് അല്ലെങ്കിൽ ലോസിലാണോ പോകുന്നത് എന്ന്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് P ആണ്. നമുക്ക് ജസ്റ്റ് P പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോകും. അല്ലെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ എക്സ്പെൻസും റവന്യൂസും മാത്രമാണ് കാണാൻ കഴിയുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും വ്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേഞ്ച് വ്യൂ സെലക്ട് ചെയ്യുക. ഇതിനകത്ത് വെർട്ടിക്കൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ വ്യൂ ചേഞ്ച് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് കഴിഞ്ഞ മാസത്തെ കുറച്ച് മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കമ്പയർ ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ന്യൂ കോളം സെലക്ട് ചെയ്യാം. ഇതിനകത്ത് ഫ്രം ഡേറ്റും അതുപോലെ ടു ഡേറ്റും സെറ്റ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ഓഫ് വാല്യൂ ടു ഷോ ആക്ച്വൽസിന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏപ്രിൽ 2023 മുതൽ 31 മാർച്ച് 2024 വരെയുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡീറ്റെയിൽസും അതുപോലെ 23 മുതൽ ഏപ്രിൽ 24 ഉള്ള പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും.
ഇനി നിങ്ങൾക്ക് പഴയ രൂപത്തിലോട്ട് പോകണമെങ്കിൽ ഡിലീറ്റ് കോളം കൊടുത്താൽ മതി, നമ്മുടെ പഴയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ രൂപത്തിലോട്ട് വരും. നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്, നെക്സ്റ്റ് നമുക്കിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ നെയിമാണ് കാണുന്നത്. നമുക്ക് ഇതിന് മാറ്റിയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻസ് സ്റ്റേറ്റ്മെൻറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾട്ടറിനകത്ത് ലെഡ്ജർ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഇവിടെ യൂസ് ആസ് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടിന് യെസ് ആക്കി കൊടുക്കാം. യെസ് ഒന്ന് സേവ് ചെയ്യാം. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ അത് മാറിയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടെന്നായി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാറിയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടായി. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ പേരും മാറ്റാൻ കഴിയും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫണ്ട് ഫ്ലോയും ക്യാഷ് ഫ്ലോയാണ്. ക്യാഷ് ഫ്ലോ പറഞ്ഞാൽ ഒരു കമ്പനിനകത്ത് ക്യാഷുമായി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ സമ്മറിയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിയിലോട്ട് എത്ര ക്യാഷ് വന്നു, ഒരു കമ്പനിയിൽ നിന്നും എത്ര ക്യാഷ് പുറത്തു പോയി എന്നൊരു ഡീറ്റെയിൽഡ് സമ്മറിയാണ് ഇതിനകത്ത് കാണാൻ കഴിയുക. അപ്പോൾ ഈ ക്യാഷ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ഏത് ഏരിയയിലാണ് കൂടുതൽ ക്യാഷ് കൺസ്യൂം ചെയ്യുന്നത്, അതുപോലെ ഏത് ഏരിയയിലാണ് കൂടുതൽ ക്യാഷ് ഇൻകമായിട്ട് വരുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ക്യാഷ് ഫ്ലോ എങ്ങനെ എടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്യാം. അക്കൗണ്ടിങ്ങിൻ്റെ അണ്ടറിൽ ക്യാഷ് ഫ്ലോ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ റിപ്പോർട്ട് പറയുന്നത്. ഇത് നമ്മളിപ്പോൾ മാർച്ച് പറഞ്ഞാൽ ആ ഒരു മന്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ മാർച്ച് മന്തിലുള്ള ക്യാഷ് ഇൻഫ്ലോയും അതുപോലെ ഔട്ട്ഫ്ലോ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് ഓരോ ഗ്രൂപ്പും നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. കറണ്ട് ലയബിലിറ്റീസ് ആണെങ്കിൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ആയിട്ട് ഇത്ര എമൗണ്ട് പോയി, അതുപോലെ സൺഡ്രൈ ക്രെഡിറ്റേഴ്സിന് എത്ര എമൗണ്ട് ഔട്ട്ഫ്ലോ ഉണ്ടായി, ഇതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരും. ഇതാണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫണ്ട് ഫ്ലോ ആണ്. ഫണ്ട് ഫ്ലോ പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്തു, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എവിടെയൊക്കെ ചിലവാക്കി, അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഇൻകം വന്നു എന്ന ഡീറ്റെയിൽസൊക്കെയാണ് ഫണ്ട് ഫ്ലോനകത്ത് വരുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മുടെ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഹയർ മാനേജേഴ്സുകൾക്കൊക്കെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സമ്മറിയാണ് കിട്ടുന്നത്. ഫണ്ട് ഫ്ലോ എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിനകത്ത് അക്കൗണ്ടിങ് സെക്ഷനകത്ത് ഫണ്ട് ഫ്ലോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാ മാസത്തിൻ്റെയും ഫണ്ട് ഫ്ലോ കാണാൻ കഴിയും. അപ്പോൾ അതിൽ മാസം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ ഗ്രൂപ്പ് വൈസ് നമുക്ക് ഫണ്ടിൻ്റെ ഫ്ലോ കാണാൻ കഴിയും. സോഴ്സും അതുപോലെ ആപ്ലിക്കേഷൻസും ഉണ്ടാവും. ഇത് വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോന്നിൻ്റെ ഡീറ്റെയിൽഡ് ഡാറ്റ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റായിട്ട് പഠിക്കാൻ പോകുന്നതാണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പറയുന്നൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിനകത്ത് ഒരു അക്കൗണ്ടിങ് പീരീഡിലുള്ള എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെയും ബാലൻസിൻ്റെ സമ്മറിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമ്മുടെ എല്ലാ ക്രെഡിറ്റും ഡെബിറ്റും ഈക്വൽ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഇപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് ടി ആണ്. ജസ്റ്റ് ടി പ്രസ് ചെയ്താൽ നമ്മൾ ട്രയൽ ബാലൻസ് റിപ്പോർട്ടിനകത്താണ് ഡയറക്റ്റായി പോകുന്നത്. അല്ലെങ്കിൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ട്രയൽ ബാലൻസ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ട്രയൽ ബാലൻസ്. അപ്പോൾ ഓരോ ലെഡ്ജർ അക്കൗണ്ടിൻ്റെയും ബാലൻസ് ആണ് നമുക്കിവിടെ കാണിക്കുക. അപ്പോൾ അവിടെ ഡെബിറ്റും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ട്രയൽ ബാലൻസ് നമുക്ക് ലെഡ്ജർ വൈസും അതുപോലെ ഗ്രൂപ്പ് വൈസും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്നത് ഗ്രൂപ്പ് വൈസാണ്. നമ്മുടെ ഓരോ ഗ്രൂപ്പും ആ ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള ക്രെഡിറ്റും ഡെബിറ്റുമാണ് കാണുന്നത്. ഇത് നമുക്ക് ലെഡ്ജർ വൈസും ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലുള്ള ചേഞ്ച് വ്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസിൻ്റെ അണ്ടറിൽ ലെഡ്ജർ വൈസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഓരോ ലെഡ്ജർ വൈസാണ് ഡെബിറ്റും ക്രെഡിറ്റും യൂസ് ചെയ്യാൻ കഴിയുന്നത്.
ട്രയൽ ബാലൻസിനകത്ത് എന്തെങ്കിലും ഡിഫറൻസ് കാണുകയാണെങ്കിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഏതെങ്കിലും ഒരു പാർട്ടീനെ സൺഡ്രൈ ക്രെഡിറ്റേഴ്സ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഡിഫറൻസ് ഉള്ള എമൗണ്ട് അവിടെ കൊടുത്തു വെച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിനകത്ത് ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. ഇതിനകത്തൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു പാർട്ടി ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രവി കുമാർ എന്ന് എന്തെങ്കിലും പേര് കൊടുത്ത് ഒരു പാർട്ടി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ പറയുന്നത് സൺഡ്രൈ ക്രെഡിറ്റേഴ്സിൻ്റെ അണ്ടറിൽ കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ച് പോവാം. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് പറഞ്ഞ ഓപ്ഷനകത്ത് നമ്മൾ എത്ര എമൗണ്ട് ആണോ ഡിഫറൻസ് കാണിക്കുന്നത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 15,000 ആണെങ്കിൽ അതിവിടെ കൊടുത്തിട്ട് എൻ്റർ അടിച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ട്രയൽ ബാലൻസിനകത്തുള്ള ഡിഫറൻസ് അവിടെ ടെമ്പററി ആയിട്ട് സോൾവ് ആകും. ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. കൂടുതൽ ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുവാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.